ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പൂർണ്ണലയനം. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ബലരാമൻ നിത്യവിശ്രമം തേടിക്കഴിഞ്ഞു. പഞ്ചഭൂതത്തിൽ നിന്നുണരുന്ന ദേഹം പഞ്ചഭൂതത്തിൽ ലയിക്കുന്നതോടെ എല്ലാം അവസാനിക്കുന്നു. അല്പനേരം കൂടെ മാധവൻ സാഗരത്തെ നോക്കി നിന്നു. സാവധാനം മാധവൻ കടൽക്കര വിട്ടു. പ്രഭാസ തീർത്ഥക്കരയിൽ പുത്രപൗത്രന്മാർ പട്ടുകിടക്കുന്നു. മരണം തേർവാഴ്ച നടത്തിയ ആ രംഗഭൂമിയിലേക്ക് മാധവൻ നോക്കി. യാദവ വീരന്മാർ വീണുകിടക്കുന്ന ഭീകരവേദിയിൽ കാലൻ പക്ഷികൾ കൂകിയാർക്കുന്നു. ശ്മശാന പക്ഷികൾ മാധവനെ ശ്രദ്ധിച്ചതേയില്ല. ഒരു തരം ശാന്തത മാധവനെ പൊതിഞ്ഞു. ആ ശാന്തത പ്രകൃതിയും ഏറ്റുവാങ്ങി. കാറ്റു നിലച്ചു. പക്ഷികൾ പാടിയില്ല. ഇലകൾ അനങ്ങിയില്ല. ക്ഷിതി തന്നെ മരവിച്ച പോലെയായി. ആകാശത്ത് മേഘങ്ങൾ കൂടിക്കിടന്നു. ഭൂമി ഇരുണ്ടുകിടന്നു. വല്ലപ്പോഴും മാത്രം സൂര്യരശ്മികൾ ഭൂമിയിൽ വീണു. കേശവൻ മന്ദം നടന്നു. പ്രപഞ്ചത്തിൻ്റെ ജീവശ്വാസം പോലും മന്ദഗതിയിലായിരിക്കുന്നു. അങ്ങകലെ മേഘമാലകൾ പൊതിഞ്ഞ ദ്വാരകയുടെ താഴികക്കുടങ്ങൾ കറുത്തുനിന്നു. സമുദ്രത്തിനു മുകളിൽ പകൽ പോലും ഉദിച്ച ധൂമകേതു ദ്വാരകയെ ചൂണ്ടി നിന്നു. സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ദ്വാരക ഇന്ന് സമുദ്രം തന്നെ ദ്വാരകയെ ഏറ്റുവാങ്ങും. കടലിൻ്റെ ദാനം കടൽ തന്നെ തിരിച്ചെടുക്കും. കേശവൻ അല്പം കൂടെ നടന്നു. പ്രഭാസത്തിനും ദ്വാരകയ്ക്കും ഇടയ്ക്ക് ഏകാന്തത മുനിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ആകാശത്ത് കുടവിടർത്തി നിൽക്കുന്ന ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കേശവൻ ഇരുന്നു. പത്മാസനത്തിലിരുന്ന മാധവൻ്റെ മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പലായനം നടത്തി. മധുരയിൽ ദേവകിയുടെ ഗർഭത്തിൽ പിറന്നതു മുതൽ ഈ അരയാൽത്തറ വരെ പരന്നുകിടക്കുന്ന ബൃഹത്തായ മഹാകാവ്യമാണ് തൻ്റെ ഭൗതിക ജീവിതം. ഒരു സാധാരണ പുരുഷന് 10,000 പുരുഷായുസ് കൊണ്ട് നടത്തി തീർക്കുവാനാവാത്ത കാര്യങ്ങൾ. സത്യത്തെ രക്ഷിക്കുവാനും നന്മയെ പൂർണ്ണമാക്കുവാനും ചെയ്ത യത്നമായിരുന്നു എല്ലാം. ശാരീരിക ശക്തിയേക്കാളും ഉപരിയാണ് ബുദ്ധി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. പകയ്ക്ക് നിരന്തരമായ ഇരിപ്പിടം സുന്ദര ശരീരമാണ്. ഭക്തിയാണ് രതിയെന്നും രതിയായാലും പൂർണ്ണമായ അർപ്പണമാണ് ഭക്തിയെന്നും യമുനാ തീരത്ത് തെളിയിച്ചു. ഗോപികമാർ അത് ഉൾക്കൊള്ളുകയും ചെയ്തു. രാജ്യവും ഭരണവും ആരുടെയും അവകാശമല്ല. അതാരുടെയും കുത്തക ആകുവാനും പാടില്ല. അനവധി രാജാക്കന്മാരുടെ കിരീടങ്ങൾ ഇളകിപ്പറന്നതിലൂടെ ജനങ്ങൾക്കത് ബോധ്യമായി. പ്രജകൾക്ക് സന്തുഷ്ടി നൽകുവാൻ രാജ്യത്വം വേണ്ടെന്ന് സ്വന്തം കർമ്മത്തിലൂടെ വരച്ചു കാണിച്ചു. ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നാം തുടരുന്ന കർമ്മങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ധർമ്മത്തിൻ്റെ ഊരാക്കുടുക്കിൽ കർമ്മങ്ങളെ തളയ്ക്കരുത്. സാർവലൗകിക കർമ്മങ്ങൾക്ക് ആ ബന്ധനങ്ങൾ തകർക്കുവാൻ കഴിയണം. യുദ്ധവും തന്ത്രവും ജീവിതത്തെ കെടുത്തുമെന്ന് യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നിർത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. എല്ലാം മനുഷ്യനു വേണ്ടിയാണെന്ന സത്യം നിരന്തരം ഓർമ്മിപ്പിച്ചു. മനുഷ്യൻ പൂർണ്ണനാവണം. അവിടെ സകല ദ്വൈതവും നഷ്ടപ്പെടും. കേശവൻ ഇങ്ങനെ ചിന്തിച്ചു. യോഗനിഷ്ഠനായി വർത്തിച്ചു. പ്രകൃതിയും കാലവും നിശബ്ദരായി കേശവന് ചുറ്റും പഞ്ചപുഞ്ചമടക്കി നിന്നു. ദ്വാരകയ്ക്ക് മുകളിൽ പ്രളയമേഘങ്ങൾ താണിറങ്ങി നിന്നു. പ്രഭാസത്തിൽ തീർത്ഥമാടുവാൻ പോയവർ വൈകുന്നേരത്തോടെ മടങ്ങിയെത്തുമെന്ന് കരുതി ദ്വാരകയിലെ സ്ത്രീകൾ ഉത്സാഹഭരിതരായി. അവരുടെ മനസ്സിൽ ഭക്തിഭാവം എന്നേ മറിഞ്ഞിരുന്നു.
ഐശ്വര്യത്തിൻ്റെ സുവർണപ്രഭയിൽ സത്യത്തെ മറന്നവരായിരുന്നു അവർ. കാമരതിയായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. വൈകുന്നേരത്ത് എത്തിച്ചേരുന്ന കാന്തന്മാരെ കാമപൂർണരാക്കുവാൻ ദ്വാരകയിലെ ലലനാമണികൾ രക്തചന്ദനം പൂശി മുഖം അരുണാഭമാക്കി. മാദകമേനിയിലെ നിമ്നോന്നതങ്ങൾ തെളിയുമാറ് നേർത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. തല പൂക്കാടാക്കി ദേഹമാസകലം സുഗന്ധദ്രവ്യങ്ങൾ പൂശി. ഓരോ സുന്ദരിയും ഓരോ സൗഗന്ധിക മലരായി. ഇതളുകൾ പാതി വിടർന്നു. മധു ഉള്ളിൽ ആർദ്രമായി നിൽക്കുന്ന പാരിജാത മലർ പോലെ അവർ കാന്തന്മാരെ കാത്തുനിന്നു. ദ്വാരകയുടെ മുകളിൽ കാളമേഘങ്ങൾ ചിറകുവിടർത്തി നിൽക്കുന്നത് അവരറിഞ്ഞില്ല. പ്രകാശകിരണങ്ങൾ പിൻവലിച്ച സൂര്യൻ പ്രളയമേഘങ്ങളിൽ മറഞ്ഞതും അവർ കണ്ടില്ല. വായുവിൻ്റെ ചലനം നേർത്തതും ശവഗന്ധം ദ്വാരകയിൽ തിങ്ങി വിങ്ങിയതും ആ കാമയോഷകൾ അറിഞ്ഞതേയില്ല. പകൽ വിടർന്ന പൂക്കൾ ആ നിമിഷത്തിൽ തന്നെ കൊഴിഞ്ഞതും പൂമൊട്ടുകൾ അടർന്നുപോയതും എന്തെന്ന് അവർ ഓർത്തതേയില്ല. കളിത്തത്തകൾ നിശബ്ദമായതും ദ്വാരകയിൽ നിത്യം കേട്ടിരുന്ന പാഞ്ചജന്യ ശബ്ദം നിലച്ചതും അവർ ശ്രദ്ധിച്ചില്ല. കഴുതകൾ പോലെ കുതിരകൾ കരഞ്ഞതും തുമ്പി മസ്തകത്തിലുയർത്തിയ ആനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിച്ചതും ഈ കാമസുരഭികൾ കണ്ടതേയില്ല. ദ്വാരകയ്ക്ക് കൂടെ കൂടെ സംഭവിക്കുന്ന ചലനവും എന്തെന്ന് അവർ ശ്രദ്ധിച്ചില്ല. ശുദ്ധജലത്തിൽ രക്തത്തിൻ്റെ നിറം വന്നതും മദിരയിൽ മയങ്ങിയ മദിരാക്ഷികൾ അറിഞ്ഞില്ല. എന്നാൽ രുക്മിണി മാത്രം എല്ലാം അറിഞ്ഞു. ആഡംബരങ്ങൾ വർജിച്ച് മാധവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കൊട്ടാരത്തിൽ ഏകാന്തതയിൽ ഒരു ആധ്യാത്മിക ദീപമായി അവൾ വർത്തിച്ചു. രുക്മിണിയുടെ കൊട്ടാരത്തിനു മുകളിൽ വർണ്ണം തുടിച്ചു നിന്നിരുന്നു. ചലനം അവിടെ അനുഭവപ്പെട്ടിരുന്നില്ല. സമുദ്രം പതിവില്ലാത്ത വിധം ക്ഷോഭിച്ചു. തിരകൾ വളരെ ഉയർന്നു പതിച്ചു. അലയാഴിയുടെ അലർച്ചയിൽ ദിക്കുകൾ നടുങ്ങി. ഭീകരമായ എന്തോ സംഭവിക്കുവാൻ പോകുന്ന പ്രതീതി. കേശവൻ്റെ 7 പത്നിമാരും രുക്മിണിയുടെ സവിധത്തിലെത്തി. ആകെ ഭയന്നു പരിഭ്രമിച്ചാണ് അവർ വന്നത്. രുക്മിണി നിഷ്പന്ദമായി പ്രാണനെ അടക്കി വർത്തിക്കുന്നത് കണ്ടപ്പോൾ അവരും അവിടെ നിരന്നിരുന്നു. 8 പത്നിമാരും ധ്യാനത്തിലായി. അഷ്ടദീപങ്ങൾ അറയിൽ എരിഞ്ഞു നിന്നു. കേശവൻ യോഗനിഷ്ഠയിലിരുന്നിരുന്ന അരയാലിനു ചുറ്റും അനേകം മരങ്ങൾ വളർന്നു നിന്നിരുന്നു. വനമല്ലെങ്കിലും വൻമരങ്ങളുടെ നിഴൽ കൊണ്ട് അവിടം കാടിൻ്റെ പ്രതീതിയുണ്ടാക്കി. പ്രഭാതം മുതൽ തന്നെ ദ്വാരകയ്ക്ക് മുകളിൽ പടർന്നിറങ്ങിയ മേഘം ആ സ്ഥലത്തിന് കനത്ത നിശബ്ദതയും നൽകി. ആ സമയത്ത് ജരൻ എന്ന വേടൻ മറ്റൊരു മാർഗത്തിലൂടെ ആ സ്ഥലത്തിലേക്ക് വരികയായിരുന്നു. വേട്ടയാടുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. അവൻ ചിന്തിച്ചു, ഇന്ന് ഒരു നിസ്സാര മൃഗത്തെ പിടിച്ചാൽ പോരാ. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ആയസക്കഷ്ണം കൊണ്ടുണ്ടാക്കിയ മുനയുള്ള അമ്പാണ് തൻ്റെ കരത്തിൽ. വിചിത്രമായ രീതിയിൽ തനിക്ക് ലഭിച്ച ആയസക്കഷ്ണത്തിൽ ഏറെ ശ്രദ്ധയും അധ്വാനവും ചെലുത്തിയാണ് ഈ അമ്പ് പണിഞ്ഞെടുത്തത്. അമ്പ് നിർമ്മിച്ചതിന് ശേഷം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ ഒരു വീരമൃഗത്തെ ഇതുകൊണ്ട് ഹനിക്കണമെന്ന് കരുതി സൂക്ഷിച്ചിരുന്നതായിരുന്നു. എന്നാൽ ഇന്ന് പത്നിക്ക് ഒരു നിർബന്ധം. അവൾ അങ്ങനെ ഒന്നും ആവശ്യപ്പെടാറില്ല. അമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത്, ഈ അമ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഇരുന്നാൽ തുരുമ്പ് കയറി പോവുകയേ ഉള്ളൂ. ഈ അമ്പിൻ്റെ മൂർച്ചയറിയണം. ഇതുകൊണ്ട് നല്ല ഒരു കൃഷ്ണമൃഗത്തെ പിടിക്കണം. അതിനെയും കൊണ്ടേ കുടിലിലേക്ക് വരാവൂ. അവളുടെ ഉത്സാഹം തന്നിലും പടർന്നു കയറി. അമ്പിൻ്റെ വമ്പ് ഇന്നറിയുക തന്നെ എന്ന് മനസ്സുറച്ചു. അങ്ങനെയാണ് ഇതുവഴി വന്നത്. രാവിലെ ഇറങ്ങിയതാണ്. ഏറെ ദൂരം അലഞ്ഞു നടന്നു. ഒന്നിനെയും കിട്ടിയില്ല. സാരമില്ല, എത്ര കഷ്ടപ്പെട്ടാലും പത്നിയെ പ്രീതയാക്കാൻ ഉതകുന്ന ഒരു ഇരയെ ഇന്ന് വീഴ്ത്തണം. ഇങ്ങനെ ചിന്തിച്ച് ആ വേടൻ കേശവൻ ഇരിക്കുന്ന മരക്കൂട്ടത്തിന് പിന്നിൽ വന്നു. അനേകം ആകാശചുംബികളായ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നപ്പോൾ
മനസ്സിൽ എന്തോ പ്രത്യേകത ഉണ്ടാകുന്നത് പോലെ അവന് തോന്നി. എന്താണതെന്ന് അവന് പറയുവാൻ കഴിയുന്നില്ല. മനസ്സിൽ സുഗതമായ ഒരു മൃദുചലനം, ഒരു തരം ആഹ്ലാദം. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു കളഞ്ഞുപോയത് തിരികെ കിട്ടിയാലുണ്ടാകുന്ന ആനന്ദം. എന്താണ് ഇത്തരമൊരു സുഖം അനുഭവിക്കാൻ കാരണം? വേടനത് അറിയുവാനാവുന്നില്ല. അവൻ ചുറ്റും നോക്കി, വൃക്ഷങ്ങളിൽ കയറി നോക്കി, പല സ്ഥലത്തും നടന്നു നോക്കി. അവൻ വിചാരിച്ചു, ആഗ്രഹിച്ച കാര്യം നടക്കും, തനിക്കിന്നൊരു കൃഷ്ണമൃഗത്തെ ലഭിക്കും. ഇങ്ങനെ ചിന്തിച്ച് സ്വയം ചിരിച്ച് ജരൻ തിളങ്ങുന്ന അമ്പുമായി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തോ കണ്ടിട്ടെന്ന പോലെ അവൻ നിന്നു. പച്ചിലകൾക്കിടയിലൂടെ ഏതോ ഒരു ജീവിയുടെ ശരീരഭാഗം കാണാം. അത് ഒരു കൃഷ്ണമൃഗം തന്നെ, സംശയമില്ല. അവൻ ഉറച്ചു വിശ്വസിച്ചു. വേടൻ ആഹ്ലാദിച്ചു. ഇന്നത്തെ അലച്ചിലിന് അർത്ഥമുണ്ടാകുന്നു. കൂർത്തുമൂർത്ത അമ്പെടുത്ത് അവൻ ധനുസിൽ ചേർത്തു. കൃഷ്ണമൃഗമാണ്. നേരിയ ചലനം മതി അവൻ രക്ഷപ്പെടുവാൻ. അതു പാടില്ല. ഒറ്റയമ്പുകൊണ്ട് ആ മൃഗം അവിടെ തന്നെ പതിക്കണം. ഓടിയാൽ ലഭിക്കുക പ്രയാസം. ഇങ്ങനെ ചിന്തിച്ച് പതുങ്ങി പതുങ്ങി അതീവ സൂക്ഷ്മതയോടെ അവൻ മുമ്പോട്ടടുത്തു. കാൽപ്പെരുമാറ്റത്തിൻ്റെ ഇലകൾ അനങ്ങി. ശബ്ദമുണ്ടാവാതിരിക്കാൻ മൃദുപാദങ്ങൾ വെച്ച് അവൻ മുന്നേറി. ഇപ്പോൾ അവൻ ശരിക്കും തീർച്ച വെച്ചു, അത് കൃഷ്ണമൃഗം തന്നെ. കാലത്തിൻ്റെ ഗതി സാധാരണക്കാർക്ക് അജ്ഞാതമാണല്ലോ. ദ്വാരകയിൽ നിന്നും പറന്നു വന്ന മേഘങ്ങൾ ആ ഭാഗത്ത് കനത്തു നിന്നു. പെട്ടെന്ന് അവ താണു വന്നു. മഴയുണ്ടാകുമെന്നുറച്ച് വ്യാധൻ കൂർത്ത ശരം വില്ലിൽ തൊടുത്തു. യോഗനിഷ്ഠയിൽ ഇരുന്ന് കേശവൻ പെട്ടെന്നുണർന്നു. കറുത്ത മേഘങ്ങൾ കനത്തു താണു നിൽക്കുന്നതും ചുറ്റും മോഡലായി മഞ്ഞ് നിറഞ്ഞിരിക്കുന്നതും മാധവൻ ശ്രദ്ധിച്ചു. കേശവൻ്റെ കവിളിൽ പുഞ്ചിരി വിടർന്നു. ഭൗതികമായ തൻ്റെ ജീവിതത്തിന് അന്ത്യം വരുന്നു. എല്ലാം ഉൾക്കൊള്ളുന്ന ഗോലോകം കേശവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. പത്മാസനത്തിലിരുന്ന മാധവൻ്റെ പാദമാണ് വേടന് കൃഷ്ണമൃഗത്തിൻ്റെ ശരീരഭാഗമാണെന്ന് തോന്നിയത്. മരതക കാന്തി ചിതറുന്ന പച്ചിലകൾ കേശവനെ മറച്ചിരിക്കുകയായിരുന്നു. ആഹ്ലാദവിവശനായ വേടൻ തൻ്റെ സർവശക്തിയും ഞാണിൽ പ്രയോഗിച്ച് ചെവി കുടന്നവരെ ഞാൻ വലിച്ച് അമ്പുവിട്ടു. ഇലകൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞു വന്ന അമ്പ് കേശവൻ്റെ ചെന്തളിർ പോലെ മനോഹരമായ പാദത്തിൽ ആഞ്ഞു തറച്ചു. ചുടുനിണം പൂക്കുറ്റി പോലെ ഉതിർന്നു. ദ്വാരകയടക്കം പ്രപഞ്ചമൊന്ന് വിറച്ചു. കനത്ത മേഘങ്ങൾ കൂട്ടിയിടിച്ചു. ഭീകരഗർജനം മുഴങ്ങി. മഴയില്ലാതെ മിന്നലുകൾ മഞ്ഞിലിറങ്ങി വന്നു. രുക്മിണിക്ക് തൻ്റെ ഹൃദയത്തിൽ എന്തോ വന്ന് പതിച്ചതുപോലെ തോന്നി. കൊട്ടാരം ആരോ അമ്മാനമാടുന്നതുപോലെ ഒന്നുലഞ്ഞു. മാധവൻ്റെ മഞ്ചത്തിലിരുന്ന പാഞ്ചജന്യം മണ്ണിൽ വീണുടഞ്ഞു. രുക്മിണി ഹൃദയം പൊട്ടുമാറു നിലവിളിച്ചു. മറ്റു കേശവപത്നിമാരും കരഞ്ഞു. അവരുടെ ആക്രന്ദനം വനരോധനമായിരുന്നു. അമ്പേറ്റ് പിടയുന്ന കൃഷ്ണമൃഗത്തെ എടുക്കുവാൻ വേടൻ ഓടിയെത്തി. അവൻ കണ്ട കാഴ്ച! വേടൻ വിസ്മയ സംഭ്രമങ്ങളോടെ നിശ്ചലനായി നിന്നു. അവനറിയാതെ കരത്തിൽ നിന്നും ധനുസ്സൂർന്നു വീണു. വേടൻ്റെ കണ്ണുകളിൽ നിന്നും ഗംഗ പ്രവഹിച്ചു. മിഴിനീർക്കണങ്ങളുടെ സുതാര്യതയിലൂടെ അവൻ തൻ്റെ ഇരയെ കണ്ടു. അഭൗമദീപ്തിയോടെ പുഞ്ചിരിക്കുന്ന ദ്വാരകാനാഥൻ. വർണ്ണം വേർതിരിക്കുവാനാവാത്ത കാന്തിയിൽ കത്തി നിൽക്കുകയാണ് മാധവൻ. സഹസ്ര സൂര്യപ്രഭയിൽ ആ സ്ഥലം കുളിച്ചു നിന്നു. പ്രപഞ്ചം മുഴുവൻ മാധവൻ്റെ നികടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യാധൻ കണ്ടു. ദേവന്മാരും ഋഷികളും ചരാചരങ്ങളും കേശവനിൽ പൂർണ്ണമായി നിൽക്കുന്നു. ആർദ്ര നയനങ്ങളോടെ വിതുമ്പുന്ന അധരങ്ങളോടെ വ്യാധൻ കേശവൻ്റെ മുമ്പിൽ കമിഴ്ന്നു കിടന്നു. മാധവൻ്റെ ചെന്തളിരൊത്ത പാദത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ നിണം വെളുത്ത മണലിൽ രക്തപുഷ്പങ്ങളുടെ കാന്തി വളർത്തി. വ്യാധൻ്റെ കവിൾത്തടത്തിൽ നിണം നനഞ്ഞു. കേശവൻ അവൻ്റെ ശിരസിൽ മന്ദം തലോടി. കാരുണ്യം കവിയുന്ന നയനങ്ങളോടെ കേശവൻ പറഞ്ഞു, പ്രിയം നിറഞ്ഞ കാട്ടാള, സമാധാനിക്കൂ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയെല്ലാം വരേണ്ടതാണ്.
ദ്വാരക നശിക്കുവാൻ കാരണമായ ഇരുമ്പുലക്കയുടെ അവശിഷ്ടം കൊണ്ടാണ് നീ അമ്പുണ്ടാക്കിയത്. അതാണ് ഏരകപ്പുല്ലുപോലെ എൻ്റെ കാലിൽ തറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ഋഷിമാരുടെ ശാപം പൂർണ്ണമായി. നീ സുകൃതിയായി മാറിയിരിക്കുന്നു. എൻ്റെ നിണം നിന്നിൽ സ്പർശിച്ചതുകൊണ്ട് നിനക്കിനി ജനിമൃതികൾ ഉണ്ടാവുകയില്ല. എന്നോടൊപ്പം നിനക്കും ബ്രഹ്മലോകത്തിലേക്ക് വരാം. കേശവൻ ഇത്രയും പറഞ്ഞ ഉടനെ വ്യാധൻ കേശവൻ്റെ പുഞ്ചിരി തഞ്ചുന്ന വദനത്തിലേക്ക് നോക്കി. എനിക്ക് സമാധാനമായി. സ്പഷ്ടമാകാത്ത ഈ വാക്കുകൾ തീരും മുമ്പ് പുഷ്പക വിമാനം നിലത്തിറങ്ങി. വ്യാധൻ്റെ ആത്മാവ് ദേവഭാവം പൂണ്ട് വിമാനത്തിൽ കയറി. പുഷ്പചക്രം ബ്രഹ്മലോകത്തിലേക്ക് പറന്നുയർന്നു. വ്യാധൻ്റെ കാട്ടാള ശരീരം മണ്ണിൽ ലയിച്ചു ചേർന്നു. അർജുനനെ കൊണ്ടുവരുവാൻ പോയ ദാരുകൻ അപ്പോഴാണ് എത്തിയത്. പാർത്ഥനെ ദ്വാരകയിൽ എത്തിച്ചതിനു ശേഷം ദാരുകൻ പ്രഭാസത്തിലെത്തി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവരെ കണ്ട് ആ തേരാളി ഭയന്നു. പരിഭ്രാന്തനായ അവൻ കേശവനെ തിരക്കി കടൽക്കര മുഴുവനും ചുറ്റി. അവിടെങ്ങും കേശവനെ കണ്ടില്ല. അവസാനം ദ്വാരകയിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങുമ്പോഴാണ് ഇവിടെ എത്തിയത്. ചെന്തളിർ പാദത്തിൽ അമ്പു തറച്ച് പത്മാസനത്തിലിരിക്കുന്ന മാധവനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ദാരുകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. കരഞ്ഞുകൊണ്ട് ദാരുകൻ പറഞ്ഞു, കേശവാ, അങ്ങ് ഹസ്തിനാപുരത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത് ഇതിനായിരുന്നു. ദേവാ, ഈ പ്രപഞ്ചമണിദീപം അണയുവാൻ തുടങ്ങുകയാണോ? സദാസമയവും അങ്ങയോടൊപ്പം നടന്നിരുന്ന ഞാൻ എങ്ങനെ സഹിക്കും? ദേവാ, അങ്ങ് പോവുകയാണെങ്കിൽ കാണി നേരവും ഈ ലോകത്തിൽ ജീവിക്കുവാൻ എനിക്ക് ആശയില്ല. എന്നെയും കൂടെ അങ്ങ് രക്ഷിക്കണേ. എന്നെ തനിച്ചാക്കി അങ്ങ് പോകരുതേ. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയപ്പെട്ട ദാരുക, ഇപ്പോൾ കരയുവാനുള്ള സമയമല്ല. എൻ്റെ ഭൗതിക ജീവിതകാലം അവസാനിക്കുകയാണ്. അല്പനിമിഷങ്ങൾ കൂടിയേ എനിക്ക് മന്നിടത്തിൽ ഈ ശരീരം പേറുവാൻ കഴിയുകയുള്ളൂ. അക്കാര്യത്തിൽ ഏവർക്കും വിധി തുല്യമാണ്. മരണത്തിന് കാരണം വേണമല്ലോ. അതിനാണ് ഈ അമ്പ് എൻ്റെ കാലിൽ തറഞ്ഞു കയറിയത്. എല്ലാ കർമ്മബന്ധങ്ങളും ഒരു കാരണം കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. ദാരുവ, ആകട്ടെ, നിന്റെ കൂടെ വന്ന ഫൽഗുനൻ എവിടെ? ദാരുകൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അർജുനനെ ദ്വാരകയിൽ നിർത്തിയിട്ടാണ് ഞാൻ അങ്ങയെ അന്വേഷിച്ച് വന്നത്. ഇവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാർത്ഥനെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടുമായിരുന്നു. മാധവൻ മന്ദസ്മിതം തൂകി അരുളി. ദാരുക, അനുയോജ്യമായ രീതിയിലാണ് നീ പ്രവർത്തിച്ചത്. നിന്റെ കർമ്മഗതി അവസാനിക്കുവാൻ കുറച്ച് സമയം കൂടിയുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി നിനക്ക് നിർവഹിക്കുവാനുണ്ട്. വേഗത്തിൽ നീ ദ്വാരകയിലേക്ക് പോകണം. ഇനി ഏറെ നിമിഷങ്ങളില്ല. സൗവർണ ഗോപുരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ദ്വാരക വരുണാലയത്തിലേക്ക് അമർന്നു പോകുവാൻ. അതിനു മുമ്പ് ദ്വാരകയിലുള്ള എല്ലാവരും വൻകരയിൽ എത്തണം. ധനവും ധാന്യവും വേണ്ടത് കൂടെ കൊണ്ടുപോരണം. എല്ലാവർക്കും പിന്നാലെ ആയിരിക്കണം ഉദ്ധവൻ നടന്നു വരേണ്ടത്. ഉദ്ധവന് പിന്നാലെ സമുദ്രം ദ്വാരകയെ വിഴുങ്ങും. ദ്വാരകയിലുള്ള എല്ലാവരും ഇനിമേലിൽ അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി വസിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചതായി പറയണം. എൻ്റെ നിർദ്ദേശം വിജയനെ നീ രഹസ്യമായി അറിയിക്കണം. മറ്റൊരു കാര്യവും കൂടി പാർത്ഥനോട് പറയുക. അനിരുദ്ധൻ്റെ മകനായ വജ്രനാഭകുമാരനെയായിരിക്കണം യദുകുലത്തിൻ്റെ അടുത്ത രാജാവായി വാഴിക്കേണ്ടത്. യാദവ വംശത്തിൽ കുമാരനായി അവൻ മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. ഒരു നിമിഷം കഴിഞ്ഞ് കേശവൻ തുടർന്നു. ദാരുക, നീ എൻ്റെ പ്രിയ സാരഥിയാണ്. സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം കഴിഞ്ഞവൻ. നീ എന്നോടൊപ്പം പോരുക. നിനക്ക് ബ്രഹ്മലോകം സുനിശ്ചിതം. എല്ലാ വിവരവും പാർത്ഥനോടും ഉദ്ധവനോടും പറഞ്ഞ ശേഷം നീ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുക. എൻ്റെ അറയിൽ കയറിയിരിക്കുക. ദ്വാരക വരുണാലയത്തിൽ പോകുമ്പോൾ നിനക്ക് എന്നോടൊപ്പം വരുകയും ചെയ്യാം. ദാരുക, ഇനി താമസിക്കരുത്. ദ്വാരകയിൽ വേഗം എത്തുക.
എല്ലാ വിവരങ്ങളും അവരെ ധരിപ്പിക്കുക. കർമ്മപാശത്തിൽ നിന്നും എൻ്റെ ഭൗതിക ശരീരം മോചിതമായി എന്നും അറിയിച്ചേക്കുക. ഇരുകവിളിലൂടെയും ചാലിടുന്ന കണ്ണുനീർ തുടയ്ക്കാതെ ദാരുകൻ കേശവനെ വണങ്ങി. വേഗത്തിൽ ദാരുകൻ ദ്വാരകയിലേക്ക് ഓടി. ദ്വാരകയിൽ എത്തിയപ്പോൾ തന്നെ കാര്യങ്ങളുടെ ഗൗരവം പാർത്ഥന് ബോധ്യപ്പെട്ടു. ദ്വാരക നശിക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഗാന്ധാരിയുടെ ശാപം ദ്വാരകയെ ഗ്രസിക്കുകയാണ്. ദ്വാരകയിലുള്ള യാദവർക്കെല്ലാം പുതിയ രാജ്യം കണ്ടെത്തുക തന്നെ വേണം. അതിനായിരിക്കും മാധവൻ തന്നെ വരുവാൻ ആജ്ഞാപിച്ചത്. പക്ഷേ ദ്വാരകയിൽ ആണ്ടുകിടക്കുന്ന നിശബ്ദത പാർത്ഥനെ ഭയവിഹ്വലനാക്കി. ദ്വാരകയിലുള്ള യാദവരെല്ലാം എവിടെ പോയെന്ന് അർജുനന് മനസ്സിലായില്ല. ഓരോ ഭവനങ്ങളിലും സ്ത്രീകളും കുട്ടികളും മാത്രമേയുള്ളൂ. അതുവഴി വന്ന ഒരു വൃദ്ധ യാദവനോട് അർജുനൻ യാദവരുടെ കാര്യം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭോ, അവരെല്ലാം കേശവൻ ആജ്ഞാപിച്ചതിനനുസരിച്ച് പ്രഭാസ തീർത്ഥത്തിൽ പാപപരിഹാരാർത്ഥം സ്നാനം നടത്തുവാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചെത്തും. യാദവന്റെ വാക്കുകൾ അർജുനന് ആശ്വാസം നൽകി. ദേവകിയുടെ കൊട്ടാരത്തിൽ വസുദേവരും ദേവകിയും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രഭാസത്തിൽ സ്നാനത്തിന് പോയ യാദവരെ കണ്ടില്ല. ഇപ്പോൾ യാദവർക്ക് മദ്യപാനത്തിലുള്ള ആസക്തി കൂടിയിരിക്കുകയാണ്. അതുമൂലം പല സ്ഥലത്തും വഴക്കുകൾ ഇപ്പോൾ നിത്യസംഭവങ്ങളാണല്ലോ. പ്രഭാസത്തിലേക്ക് പോയ യാദവരിൽ ഏറെ പേരും മദ്യം കരുതിയിട്ടുണ്ട്. മധുരപാനം ചെയ്യുമ്പോൾ മനുഷ്യനിൽ മൃഗീയത ഉണരുന്നു. സംസ്കാരവും അറിവും തകരുന്നു. ദുഷിച്ച ചിന്തകൾക്ക് വേഗം കൂടുന്നു. മദ്യപിച്ചാൽ സ്വബോധം പോയി വർഗത്തെ ചൊല്ലി പരസ്പരം വെട്ടിമരിക്കുവാനും മതി. ചിന്ത ഇത്രത്തോളമായപ്പോൾ തന്നെ വസുദേവരുടെ നയനങ്ങൾ ആർദ്രങ്ങളായി. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.